നമുക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. അപ്പൊ സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ അല്ലെ. എന്നാലും പറയാം. 2 ഭാര്യമാരായിട്ടുള്ള ബഷീർ, അതിലൊരു ഭാര്യയായിട്ടുള്ള മഷൂറയെ കൂട്ടി മാത്രം ബാങ്കോക്കിലേക്ക് ഒരു ട്രിപ്പ് പോയി. സുഹാനയെ കൂട്ടിയില്ല. എന്തായാലും വളരെ മോശമായി പോയി അഭിലാഷേ, വളരെ മോശമായി പോയി. അത് സുഹാൻ ഒരു വ്ളോഗിൽ എവിടെയോ വന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. ഇതെന്താണ് സുഹാന മാത്രമുള്ളല്ലേ? യെസ്, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. മഷൂം ബഷീയും എബ്രവും ബാങ്കോക്കിലാണ് ഗൈസ്. മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ച് നടക്കണം നിന്നെ കാണാൻ വയ്യ. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്? ആരും കാണാതെ. എല്ലാം പെട്ടെന്ന് സഡൻ പ്ലാൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾ വന്നോളൂ, നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. പക്ഷേ സംസാരിക്കുന്ന സമയത്തുള്ള സുഹാനയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടു പലർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. എന്തോ സുഹാനെ കൂട്ടാത്തിന് സുഹാനക്ക് നല്ല സങ്കടം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ആളുകൾ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ തുടങ്ങി. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും നിന്റെ ആക്ടിങ് തീരെ ശരിയായില്ല, പ്രത്യേകിച്ച് ശോകാഭിനയം തീരെ പോരാ. അപ്പൊ വന്താൻ തലവരവ ഇതങ്ങനെ വിടാൻ പറ്റൂല. ഈ മത്തായി കുഞ്ഞാരാണെന്ന് എല്ലാവരും അറിയും. നിങ്ങൾക്കൊരു ഭാര്യയുണ്ട്. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ അല്ലാണ്ട് മറ്റൊരു പുരുഷനെയും കൂടി കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നാലുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും? നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുമോ? ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? അപ്പൊ നിങ്ങൾ തിരിച്ചു ചോദിക്കും, നീ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യോടാ? ഞാനാണെങ്കിൽ ചെയ്യത്തില്ല. എനിക്ക് പറ്റത്തില്ലടേ. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരുമാതിരി മറ്റാർത്ത പരിപാടി തന്നെയാണ്. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ എതിർക്ക തന്നെ ചെയ്യും, സമ്മതിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സ് വാങ്ങി പോ എന്നേ ഞാൻ പറയത്തുള്ളൂ. എടാ നിനക്കിപ്പോ പ്രശ്നം എന്താണ്? അതാണ് പ്രശ്നം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ഭാര്യ വേറൊരുത്തനെയും കൂടി കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നു. ആ കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടി നമ്മൾ മുൻകൈ എടുത്ത് നിൽക്കുന്നു. അവനെ വീട്ടിൽ കൊണ്ടുവരുന്നു, നമ്മളും ഉണ്ട്. എന്തുവാടാ ത്രീസമ്മ? എനിക്ക് അനുവദിക്കാൻ പറ്റത്തില്ല. എല്ലാരും കൂടി എന്താ എനിക്ക് പറ്റത്തില്ല. അയ്യേ, എനിക്കത് നഹി. സമ്മതിക്കില്ല. ഞാൻ തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. ഒരുപാട് ആൾക്കാര് നമുക്കെതിരെ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, വെറുതെ വീഡിയോ ഇട്ടിട്ടുണ്ട്. വയറ്റിപ്പാടല്ല, ചവിട്ടിപ്പാട്. എന്തും പറയാം, എന്ത് തോന്നിയാസവും പറയാം, എന്തും ആരെയും പറയാം, എന്തൊക്കെ വേണമെങ്കിലും പറയാം, മക്കളെയും പറയാം, ഭാര്യമാരെ പറയാം, എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറിയേക്കണേണ് സോഷ്യൽ മീഡിയ. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. അതിൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞ മഹാന്റെ വീഡിയോ പല ആൾക്കാരെയും വളരെ മ്ലേച്ഛമായ രീതിയിലും വളരെ തെറിയും അനാവശ്യം വൃത്തികേടുകളും ഒക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അപ്പൊ അതിൽ തന്നെ എന്നെയോ എന്റെ ഫാമിലിനെയോ ആരെയോ അറിയില്ല, ഈ പറയണ ആർക്കും അറിയില്ല. പക്ഷെ വായി തോന്നിയത് എന്തും വിളിച്ചു പറയാന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അത് വേണ്ട മോനെ. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. ബഷീർ തന്റെ ആദ്യ ഭാര്യ സുഹാനയെ തിരിഞ്ഞു നോക്കുന്നില്ല. ക്വസ്റ്റ്യൻമാർക്ക് ഭാര്യ രംഗത്ത് ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ, അടിച്ചും കരളെ കുറിച്ച് വിളിച്ചോളൂ. ഞാൻ ആ ഊച്ചാളിയാ, എനിക്ക് അങ്ങനെ മോഹമുണ്ട്, മനസ്സിലായോ? ഇല്ലാത്തൊരു കാര്യമാണ് നിന്റെ തന്നയിലും ഇല്ലാത്തൊരു കാര്യമാണ് നിന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞതും കാര്യങ്ങളൊക്കെ. അപ്പൊ മോനെ അതിന് സുഹാന തന്നെ കംപ്ലൈന്റ് കൊടുക്കണായിരിക്കും അതിന് ഉത്തമം. നിനക്കൊക്കെയുള്ള എതിരെയുള്ള കേസൊക്കെ ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുകളയൊന്നും വിചാരിക്കണ്ടിട്ടാ. നല്ലോണം പാടുപെടുത്തും ഞാൻ ഇതിന്റെ ഏതൊക്കെ അറ്റം വരാൻ പോകാൻ പറ്റുമോ അങ്ങേ അറ്റം വരെ പോകും. ഞാൻ